ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ EB Fun World. നമ്മളെ ഫ്ലൈറ്റ് ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പം മോനെ കുളിപ്പിക്കുന്ന രംഗങ്ങളാണ്. സമയം കഷ്ടപ്പെട്ടിട്ടാണ് ആളൊന്നും ഓക്കെ ആയത്. ഏതായാലും സെറ്റായി. ഞങ്ങൾ കൂടെ പരിപാടികളും കഴിഞ്ഞ് റൂമിനടുത്തുള്ള ആളുകളുടെ അടുത്തേക്ക് യാത്ര പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുവിടാനെന്ന് പറഞ്ഞിട്ടാണ് ആൾ നമ്മളെ കൂടെ വരുന്നത്. അവനും ഉപ്പയും കൂടെ തിരിച്ചു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും മക്കളും ഇക്കയും ഇക്കാൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വഴിയിലുള്ളൊരു പള്ളിയിൽ നിർത്തിയതാണ്. പള്ളിയുടെ ഉൾവശമല്ല കേട്ടോ, മോളാ നോക്കുന്നതാണ് ശരിക്കും പള്ളിയുടെ ഉൾവശം. ഇത് ബാത്റൂമിൻ്റെ ഒരു ഏരിയയാണ്. ബാത്റൂമിൻ്റെയും പ്രെയർ ഹാളിൻ്റെയും ഇടയിലുള്ളൊരു ഫോയർ ഏരിയയാണ് നമ്മൾ കണ്ടത്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരു ചെറിയ ഫ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വെള്ളം, പാല്, ലെബന് ഒക്കെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്ത് കുടിക്കാം. ഈ പള്ളിയിലാണ് കേട്ടോ നമ്മൾ കയറിയത്. വലിയ പള്ളിയാണ് കേട്ടോ. ഒരുപാട് യാത്രയ്ക്ക് ശേഷം ഏകദേശം എയർപോർട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കാഴ്ചകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കാണാൻ പറ്റിയ മൂഡിലൊന്നുമില്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് നമ്മൾ പോകുന്ന വഴിയിൽ വലിയൊരു പാർക്ക് കണ്ടപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇതിലും വലിയ പാർക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പോകുന്ന വഴിയിൽ കണ്ടതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. എയർപോർട്ടിന് രണ്ട് വശത്തും ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അബഹ എന്ന് പറയുമ്പം ഒരുവിധം ആളുകളുടെ മൈൻഡിലൊക്കെ വരുന്നത് ഈ ഒരു ഫ്ലവർ ആയിരിക്കും. ഇത് ജക്കറാന്ത എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ്. നമ്മളെ നാട്ടിൽ നീലവാഗ എന്നൊക്കെ പറയും. മൂന്നാർ ആ ഭാഗങ്ങളിലൊക്കെ ഇത് കാണുന്ന ഒരു ഫ്ലവറാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ഭംഗിയാണ്, നിറയെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. എയർപോർട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്. നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കുന്ന ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റിയൊരു മൂഡല്ല എന്ന് മാത്രം. ഒരുമിച്ചാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫീലിലാണല്ലോ. അപ്പോൾ ഇതൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്നാലും കണ്ടു. വീഡിയോ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇക്കയാണ് കേട്ടോ. ഇതിവിടെ വന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് നേരാവണ്ണം ഒന്ന് കാണുന്നത്. ഫുഡൊക്കെ കഴിച്ച് അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ആ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത് ആ ഒരു അവസ്ഥയാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ മോനെ ഹാൻഡിൽ ചെയ്യൽ ഭയങ്കര പാടായിരുന്നു. അവന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവനെ കൊണ്ടുപോവാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ ഏകദേശം ഒന്ന് പറഞ്ഞ് സെറ്റാക്കി അടുത്ത ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കയറുന്ന സമയത്ത് തിരിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളവ് പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് ആളെ എത്തിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ ആൾ എൻ്റെ അടുത്ത് പിണങ്ങി ഡെസ്പായിട്ട് ഉറങ്ങി കേട്ടോ. എനിക്കും മോനക്കും ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. മോൾക്ക് ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റി കേട്ടോ. പക്ഷേ ആ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഓൺ സീറ്റിൽ തന്നെ ഇരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവളവിടെ, ഞങ്ങൾ ഇവിടെ ആയിട്ടാണ് ഇരുന്നത്. മോനും ഉറങ്ങി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് ഞാൻ കരുതി ഫ്ലൈറ്റിലെ വാഷ്റൂം നിങ്ങളെ കാണിക്കാമെന്ന്. ഫ്ലൈറ്റിൻ്റെ രണ്ട് സൈഡിലും വാഷ്റൂം വരുന്നുണ്ട്. ലാവറ്ററി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വാഷ്റൂം ഉണ്ടാവും. അതിൻ്റെ മേലെ ഇങ്ങനെ റെഡിലും ഗ്രീനിലും എഴുതിയിട്ടുണ്ടാവും. റെഡ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആളുണ്ടെന്നാണ്, ഗ്രീൻ ആണെങ്കിൽ നമുക്ക് പോവാം. അത് നോക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പുറത്തുനിന്ന് പുള്ള് ചെയ്തിട്ട് നമുക്ക് വാഷ്റൂമിലേക്ക് കയറി ലോക്കാക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവും. ഇവിടെ ഒരു ഭാഗത്തായിട്ട് പാസഞ്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ടിഷ്യൂ, ഹാൻഡ് വാഷ്, ഡസ്റ്റ്ബിന്ന്, വെള്ളം, വലിയൊരു മിറർ, ഒരു വാഷ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് പുഷ് ചെയ്ത് അതിനുള്ളിലേക്ക് നമുക്കിടാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എല്ലാത്തിൻ്റെ മേലെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇത് ബേബി ഡയപ്പർ ചേഞ്ചിങ് ടേബിളാണ്. ഒരുവിധം ഫ്ലൈറ്റിലൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് യൂസ് ആക്കുന്നത്. ഇതുപോലെ ക്ലോസ് ആക്കിയും വെക്കാം.
ടോയ്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സീറ്റ് കവറുകൾ ഇവിടെയാണ് ഉണ്ടാവുക. ഇതാണ് ഫ്ലഷ്. ഞാനൊന്ന് ഫ്ലഷ് ഞെക്കി കാണിക്കാം. സൗണ്ട് നിങ്ങളൊക്കെ കേൾക്കും. വാഷ്റൂമിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് നോ സ്മോക്കിംഗ് ബോർഡുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ സ്മോക്ക് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തിറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെയുള്ളൊരു ബട്ടണ് അത് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് നീക്കിയാൽ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ. ഇനി അഥവാ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങോ മറ്റോ ചെയ്താൽ നമുക്ക് അവിടെ ഒരു ബെൽ ബട്ടൺ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്രൂവിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞെക്കി കഴിഞ്ഞാൽ പുറത്തുള്ള ക്രൂവിന് അതറിയാൻ വേണ്ടിയിട്ട് പറ്റും. മോള് ഫ്രണ്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഇല്ലായിരുന്നു. ഫ്ലൈറ്റ് ഒന്ന് സ്റ്റേബിളായി എന്ന് കണ്ടപ്പോൾ ക്രൂവിൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ചോദിച്ചു അവളൊന്ന് ബാക്കിലേക്ക് നമ്മളെ കൂടെ ഇരുത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയുള്ള ആരെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മോളെ ഇങ്ങോട്ടേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മളെ സംസാരം കേട്ടിട്ട് മോൻ്റെ തൊട്ടടുത്തിരുന്ന വ്യക്തി സ്വയം മാറി തന്നു. നമ്മളടുത്ത് പറഞ്ഞു മോളെ ഇങ്ങോട്ടേക്ക് ഇരുത്തിക്കോ, ഞാൻ മാറി ഇരുന്നോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മോളവർ ഇങ്ങോട്ടേക്ക് മാറ്റിയിരുത്തി. അവളും കൂടെ വന്നപ്പോൾ പിന്നെ സമാധാനമായി. പിന്നെ കുട്ടികൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ. ഇതിൽ കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആയിരുന്നു. ഒരു ചോക്കോ ഫഡ്ജ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞു സാൻഡ്വിച്ചും ഉണ്ട്, ഒരു ജ്യൂസും കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഈ ഒരു കുട്ടി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഷാർജ എയർപോർട്ടിൽ ലാൻഡായി. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് ആൾ കലിപ്പിലാണ്. ഇവിടുന്ന് അവനെ വേറെ ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് വിടാൻ, ഞങ്ങളെടുത്ത് ഇവിടുന്ന് വേറെ ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് പോകാനാണ് പറഞ്ഞ്. അതിന് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഇരിക്കുന്നത്. ആൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. പിന്നെ അവനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉള്ളൊരു കഫ്തീരിയയിൽ പോയിട്ട് ചായയും സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഫുഡും നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡും കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. ഈ കയറുന്നത് ഇറങ്ങുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം മോന് ഭയങ്കര അലമ്പായിരുന്നു. ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നല്ലോണം കഷ്ടപ്പെട്ടു. നമ്മളീ കഷ്ടപ്പാട് കണ്ടിട്ട് ഒരു കുട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അവരാണ് ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളെ എടുക്കാനും വെക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഷാർജയിൽ ഇറങ്ങിയ സമയത്തും ഇവർ തന്നെയായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മളിത് എങ്ങോട്ടേക്ക് പോകണം, ഒന്നാമത് എല്ലാവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇവന് തിരിഞ്ഞ് നടക്കുക, എല്ലാവരും നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അവൻ നടക്കുന്നത്. അപ്പോൾ ഇവനെയും വലിച്ച് നടക്കുമല്ലേ. ഇതിനിടെ കൂടി ലഗേജും കാര്യങ്ങളും എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവരാണ് നമുക്കൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ വെയിറ്റ് ചെയ്ത് നിന്നു. നമ്മൾ വരുവോളും അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ കാലിക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഒരു ഫാമിലിനെ കിട്ടി. പിന്നെ അവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കാര്യങ്ങൾ കഴിഞ്ഞു. അവർക്കും ഒരു കുഞ്ഞ് ബേബി ഉണ്ട്. പിന്നെ മോനും ഓക്കെ ആയിട്ട് നാട്ടിലെത്തിയല്ലോ. പുറത്ത് അവരൊക്കെ കണ്ടപ്പോൾ പിന്നെ ആളൊന്ന് സെറ്റായി. പിന്നെ അവരങ്ങനെ യാത്ര പറഞ്ഞ് പോവാണ്ടായത്. ഞാൻ അവരെ ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ നമ്മൾ വീഡിയോ കാണുമെന്നും നമുക്കറിയില്ല. പിന്നെ അവരെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അവരെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ നമ്മൾ സൗദിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ. നാട്ടിൽ ഇറങ്ങുന്നതും ലഗേജ് എടുക്കുന്നതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ഫാമിലിയൊക്കെ കണ്ടപ്പോൾ പിന്നെ മറന്നുപോയി. പിന്നെ മോനെ ഇവരൊക്കെ കണ്ടപ്പോൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ ഒരാളെ അല്ല എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതോ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരാളേ അല്ല. എല്ലാവരും കണ്ടപ്പോൾ പിന്നെ അവരുമായിട്ടങ്ങ് സെറ്റായി. അതും അൽഹംദുലില്ലാ നല്ല കാര്യം. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല കളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ എന്നും പറയാറില്ല പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.